മഴയോ കാറ്റോ ഒരുമിച്ച് വന്നാൽ തകർന്നു വീഴുമെന്ന ഭീതിയിൽ ഒരാശുപത്രി. ആയിരക്കണക്കിന് രോഗികൾ ദിവസവും എത്തുന്ന അപ്പർ കുട്ടനാട് മേഖലയിലെ നിരണം പ്രാഥമികാരോഗ്യ കേന്ദ്രമാണ് ആരോഗ്യമില്ലാതെ കിതയ്ക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ദുരന്തത്തെ പ്രതീക്ഷിച്ചാണ് ഓരോ ദിവസവും ആശുപത്രി പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. ഭാർഗവി നിലയം പോലെ കിടക്കുന്ന ഈ കെട്ടിടം അപ്പർ കുട്ടനാടൻ മേഖലയുടെയാകെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ആശുപത്രിയാണ്. പത്തനംതിട്ട ജില്ലയിലെ നിരണം പഞ്ചായത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രം. ഒരു മഴ പെയ്താൽ ആശുപത്രി വെള്ളത്തിലാകും. കാലവർഷക്കാലത്ത് കിഴക്കൻ വെള്ളം മലയിറങ്ങുമ്പോൾ തന്നെ ആശുപത്രി മുങ്ങിയിരിക്കും. പിന്നെ 6 മാസത്തോളം കിഴക്കൻ വെള്ളത്തിലെത്തുന്ന പാമ്പുകളും മറ്റുമാണ് ഈ ആശുപത്രിയിലെ താമസക്കാർ. അടിയന്തര ഘട്ടങ്ങളുണ്ടായാൽ തിരുവല്ലയിലെത്താതെ ഇവിടങ്ങളിലുള്ളവർക്ക് ചികിത്സയും ലഭിക്കാറില്ല. വർഷങ്ങൾക്ക് മുൻപ് രോഗികളെ കിടത്തി ചികിത്സിക്കാനായി കെട്ടിടം പണിതെങ്കിലും 1 മാസത്തിനുള്ളിൽ ഇടിഞ്ഞു താന്നു. ആ കെട്ടിടത്തിൽ ആലും കിളിർത്തു. അടുത്ത വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും ഈ ആശുപത്രി കെട്ടിടം തന്നെ ഇവിടെ കാണുമെന്ന് തോന്നുന്നില്ല. ഇതിൻ്റെ തൊട്ട് വടക്കുവശത്തുള്ളതായിരിക്കുന്ന ബ്ലോക്ക് 82 പണി പൂർത്തിയാക്കിയാണ്. 1 മാസം പോലും പ്രവർത്തിക്കാൻ സാധിച്ചില്ല. പണിത് കോൺട്രാക്ടർ പൈസ വാങ്ങി അയാൾ വീട്ടിൽ ചെല്ലുന്നതിന് മുൻപ് അത് ഇരുന്നു. യാതൊരു നടപടിയും പിന്നെ അതിന് മേലുണ്ടായിട്ടില്ല. നിലവിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം പണിയണമെന്നാണ് നാടിൻ്റെ പൊതുവായ ആവശ്യം. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.